കഴിഞ്ഞ ദിവസം കുമ്പസാരക്കൂട്ടിൽ ചില സങ്കടങ്ങളൊക്കെ പറയുമ്പോൾ അച്ഛൻ പറഞ്ഞൊരു കാര്യമുണ്ട്, തിരിഞ്ഞുനോട്ടം വേണം, പക്ഷേ ആവശ്യത്തിലധികമുള്ള തിരിഞ്ഞുനോട്ടം ജീവിതത്തിന് ആവശ്യമില്ല എന്ന്. സോ ഇഫ് യു ആർ ഫീലിംഗ് സ്റ്റക്ക് ഇൻ യുവർ ലൈഫ്, ഫിസിക്കലി മാത്രമല്ല കേട്ടോ, മെൻ്റലി ആണെങ്കിലും വാച്ച് ദിസ്. ഇങ്ങനൊരു പോയിന്റിൽ നിങ്ങൾ സ്വയം പറയേണ്ട ഒരു 5 കാര്യങ്ങൾ അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാം. അതിനാദ്യം നിങ്ങൾ ഇങ്ങനെ സ്റ്റക്കാകാനിടയായ ആ കാരണത്തെക്കുറിച്ചുള്ള കുറ്റബോധം അതുണ്ടല്ലോ, അതൊഴിവാക്കുക, അതിനാവശ്യമില്ല. അപ്പോൾ നമ്പർ 1, forgive that version of you who didn't know better. അതായത് ആ ഒരു സമയത്തിലുള്ള അല്ലെങ്കിൽ ആ ഒരു വേർഷനിലുള്ള നിങ്ങളോട് ക്ഷമിക്കുക. നിങ്ങൾ സർവൈവ് ചെയ്യാനുള്ള പെടാപ്പാടിലായിരുന്നു, നോട്ട് ത്രൈവിങ്. ലെറ്റ് ഹർ ഓർ ലെറ്റ് ഹിം റെസ്റ്റ് നൗ. ആ ഒരു സമയത്ത് നിങ്ങളോട് ക്ഷമിക്കുക, സ്വയം കുറ്റപ്പെടുത്തുന്നത് നിർത്തുക. ആവശ്യത്തിലധികം പേര് കുറ്റപ്പെടുത്തുന്നില്ലേ, അതിൻ്റെ കൂടെ സ്വയം കുറ്റപ്പെടുത്തി നിങ്ങളെ ഇങ്ങനെ വേദനിപ്പിക്കണോ? നമ്പർ 2, അക്സെപ്റ്റ് ദ ഫാക്റ്റ്. നിങ്ങൾക്ക് പോയി കഴിഞ്ഞ കാലം ഫിക്സ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ ചെയ്യാൻ പറ്റുന്നത് ആ അനുഭവങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് കൂടുതൽ വൈസറായിട്ട്, അതായത് കൂടുതൽ ഉഷാറായിട്ട് മുന്നോട്ട് പോകുക എന്നതാണ്. നമ്പർ 3, യു സ്റ്റിൽ ഡിസേർവ് ഗുഡ് തിങ്സ് ഈവൻ വിത്ത് യുവർ പരാജയങ്ങളാകാം, തെറ്റായ തീരുമാനങ്ങളാകാം, മേ ബി പ്രാരാബ്ദങ്ങൾക്കിടയിൽപ്പെട്ട കുറേ വർഷങ്ങളൊക്കെ പോയതാകാം, അങ്ങനെ എന്തുമായിക്കോട്ടെ. നോ മാറ്റർ വാട്ട്, നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലൊരു നല്ല ജീവിതത്തിന് നിങ്ങൾ ഇപ്പോഴും അർഹരാണ്. അതുകൊണ്ട് വഴിയെ പോകുന്ന എല്ലാവരുടെ ഉപദേശങ്ങളും കേൾക്കാൻ നിൽക്കണ്ട. നമ്പർ 4, യു ഷുഡ് ചൂസ് ടു ഗ്രോ ഫ്രം ഇറ്റ്, നോട്ട് റോട്ട് ഇൻ ഇറ്റ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങളുടെ കയ്യിൽ കുറച്ച് ഫുഡ് വേസ്റ്റ് അല്ലെങ്കിൽ കിച്ചൺ വേസ്റ്റ് ഉണ്ടെന്നിരിക്കട്ടെ. ഒന്നെങ്കിൽ നിങ്ങൾക്കത് നിങ്ങളുടെ ഗാർഡനിൽ ചുമ്മാ വലിച്ചെറിയാം. അവിടെ മൂഷികനോ മറ്റെന്തെങ്കിലുമൊക്കെ വന്ന് ആകെ നശിപ്പിക്കാൻ സാധ്യതയുണ്ട് ചെടികളൊക്കെ. അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് കുറച്ചുകൂടി എഫേർട്ട് എടുത്തിട്ട് ഒന്ന് കമ്പോസ്റ്റാക്കി മാറ്റാതെ. സോ നിങ്ങളുടെ കയ്യിലുള്ള ഫുഡ് വേസ്റ്റാണ് നിങ്ങളുടെ പരാജയങ്ങൾ, തെറ്റായ തീരുമാനങ്ങൾ, പാസ്റ്റ്, അങ്ങനെയല്ല. അതുകൊണ്ട് ഫ്യൂച്ചർ ബ്രൈറ്റ് ആക്കണോ അതോ നശിപ്പിക്കണോ എന്ന് നിങ്ങൾ തീരുമാനിക്കണം. നമ്പർ 5, ആ ഒരു സെറ്റ് ബാക്ക്, ഫെയിലിയർ, റിഗ്രറ്റ് എല്ലാം റിയലാണ്. സോ ഈസ് റിഡംപ്ഷൻ. എനിക്കിപ്പോൾ റീൽസിലൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള ബാറ്റ്മാൻ ബിഗിൻസ് എന്ന സിനിമയിൽ ആ ഒരു സീനാണ് ഓർമ്മ വരുന്നത്. എല്ലാം തകർന്നിരിക്കുന്ന നായകനോട് നായികയുടെ ഒരു ചോദ്യമുണ്ട്, സോ വാട്ട് വിൽ യു ഡു? ഇനി എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യം. അതിന് നായകൻ്റെ ഒരു മറുപടിയുണ്ട്, റീബിൽഡ് ഇറ്റ്. എങ്ങനായിരുന്നോ അങ്ങനെ, ബ്രിക്ക് ഫോർ ബ്രിക്ക്, എല്ലാം ഒന്നേന്ന് തുടങ്ങും, അത്ര തന്നെ. ഇനി പണ്ടെപ്പോഴും മാർട്ടിൻ ലൂതർ കിങ് പറഞ്ഞൊരു കാര്യം പറയാം, പറക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഓടുക, ഓടാൻ കഴിഞ്ഞില്ലെങ്കിൽ നടക്കുക, നടക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇഴയുക. സോ വാട്ട് എവർ യു ഡു, യു ഹാവ് ടു കീപ് മൂവിങ് ഫോർവേഡ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.